വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മൈ മുഫീദ. കുട്ടികളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗുരുത്വാകർഷണം ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ചാപ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അതായത് ഒരു കല്ലിനെ നമ്മൾ മുകളിലേക്ക് എറിയുന്നു, അപ്പം എറിയുമ്പം അവിടെ ഉണ്ടായിട്ടുള്ള ഹൈറ്റ് എത്ര, അല്ലെ എറിയുമ്പോൾ ഉണ്ടായിട്ടുള്ള വെലോസിറ്റി എത്ര, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്ര, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലേ, 3 ഇക്വേഷൻ നമ്മൾ ഓൾറെഡി രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. 3 ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് V = U + AT അല്ലേ. അതേപോലെ തന്നെയാണ് V² = U² + 2AS. അതുപോലെ തന്നെ ഉള്ളതാണ് S = UT + ½ AT². ഈ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഫിസിക്സിലെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഗ്രാവിറ്റേഷനിലോട്ട് വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്: കല്ലിനെ മുകളിലേക്ക് എറിയുന്നു അല്ലെങ്കിൽ കല്ലിനെ താഴേക്ക് ഇടുന്നു അല്ലെ, ഒരു ബോളിനെ മുകളിലേക്ക് ഇടുന്നു, ബോളിനെ താഴേക്ക് ഇടുന്നു, ഇങ്ങനെയുള്ളൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ മക്കളെ, അവിടെ വരുന്ന ഒരു ഇക്വേഷൻ്റെ ഒരു മാറ്റമുണ്ട്. അതായത് ഈ നമ്മളുടെ ഇക്വേഷൻ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കല്ലിനെ അപ്വേർഡ് ഡൗൺവേർഡ് മോഷനിലോട്ട് വരുമ്പോൾ ഈ ഇക്വേഷനിൽ ഒരു മാറ്റം വരണം. ആ മാറ്റമാണ് V = U + എക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത് G ആണ്, U + GT. ഇനി V² = U² + 2GS. അതുപോലെ തന്നെ S = UT + ½ GT². കണ്ടോ മാറ്റം എന്താണ്? എ എന്തായി മാറി? G ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം എന്താ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക മക്കളെ, മുകളിലേക്ക് എറിയുക, താഴേക്ക് ഇടുക, ഈ പ്രോബ്ലത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതേ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അതായത് ജീനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. ജിക്ക് ഒരു വാല്യൂ ഉണ്ട്, അതാണ് 9.8. യൂണിറ്റ് ശ്രദ്ധിച്ചു മക്കളെ, m/s² ആണ്. ആൻഡ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജി എന്ന് പറയുന്നത് ചില സമയത്ത് പോസിറ്റീവ് ആവും, ചില സമയത്ത് എന്താകും, നെഗറ്റീവ് ആവും. ആദ്യം നമുക്ക് പോസിറ്റീവ് ആവുന്ന കേസ് പഠിക്കാം. പോസിറ്റീവ് ആവും എപ്പോഴാണെന്നറിയോ, ഒരു കല്ലിനെ ഞാൻ മുകളിൽ നിന്നും താഴേക്ക് ഇടുന്ന സമയത്ത്, ഞാൻ ഇവിടെ താഴേക്ക് ഇടാണ്, കല്ലിനെ മാത്രമല്ല കേട്ടോ, എന്താവാം. ഇപ്പൊ ഈ ഒരു സാധനത്തിനെ കാണുന്നുണ്ടോ, ഈ ഒരു സാധനത്തിന് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു സാധനത്തിനെ താഴേക്കിടാണ്. താഴേക്കിടുന്ന സമയത്ത് ഉള്ള കാര്യമാണ് കേട്ടോ. കല്ലിനെ താഴേക്കിടുന്ന സമയത്ത് മക്കളെ മനസ്സിലാക്കി വെച്ചോ, അതിൻ്റെ U എന്ന് പറയുന്നത് എപ്പോഴും 0 ക്വസ്റ്റ്യനിൽ അത് തരില്ല. പിന്നെ മനസ്സിലാക്കിക്കോ, G എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞു പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ എർത്തിന് നേരെയാണ് ഇടുന്നത് അല്ലേ, ഭൂമിയൊക്കെ ഇഷ്ടപ്പെട്ട് അതിങ്ങനെ സ്വീകരിക്കും, ഭൂമിക്ക് നേരെയാണല്ലോ, അതുകൊണ്ടാണ് G നമ്മൾ പോസിറ്റീവ് എടുക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടായിരിക്കും മക്കളെ, താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി എത്ര, V എത്ര അല്ലേ, തറയിൽ തൊടുന്നതിന് തൊട്ട് മുന്നേയുള്ള വെലോസിറ്റി അതെത്ര, അതായിരിക്കും നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാം. ഈ 2 കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തരില്ല. ഇത് നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് എപ്പോഴാണ് നമ്മൾ പറഞ്ഞ കേസ്, എപ്പോഴാണ് മക്കളെ, ഡൗൺവേർഡ് അല്ലേ, താഴേക്ക് ഇടുമ്പോൾ ഡൗൺവേർഡ് താഴേക്ക്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജി നെഗറ്റീവ് ആവുന്ന കേസാണ്. നെഗറ്റീവ് ആവുക എന്ന് പറയുമ്പോഴാണ് കല്ലിനെ ഞാൻ എന്ത് ചെയ്യാണ് മക്കളെ, മുകളിലേക്ക് എറിയുന്ന സമയത്ത് അല്ലേ, ഇപ്പം മുകളിലേക്ക് എറിയുന്ന സമയത്ത്, ഇപ്പം ഞാൻ മുകളിലേക്കിടാണ് ഒരു സാധനത്തിന്, മുകളിലേക്ക്, ആ ഒരു കേസ് മാത്രമാണ് കേട്ടോ. മുകളിലേക്ക് എറിയുന്ന സമയത്ത് എന്താണ്, ജി എന്ന് പറയുന്നത് മക്കളെ നെഗറ്റീവാണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, എറിയുന്ന സമയത്ത് വെലോസിറ്റി നമുക്ക് തരില്ല, അത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. പക്ഷേ നമ്മൾ പഠിച്ചിരിക്കേണ്ട സംഭവം മനസ്സിലാക്കി വെച്ച മക്കളെ, എന്താണ്, ഇവിടെ എത്തുമ്പോൾ മുകളിലെത്തുമ്പോഴുള്ള V എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിൽ നിന്നും ചോദിക്കുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്വേർഡ് മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കളെ മനസ്സിലാക്കി വെക്കണം. ഇത് അറിഞ്ഞെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, 2 ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്റ്റോൺ ഫോൾസ് ഡൗൺ ഫ്രം എ ടോപ്പ് ഓഫ് എ വാൾ ഇൻ 1 സെക്കൻഡ് എന്നുണ്ട് കേട്ടോ അവിടെ, 1 സെക്കൻഡ് ടു ദി ഗ്രൗണ്ട് അല്ലേ. ഒരു കല്ല് എന്താണ്, മതിലിന് മുകളിലുള്ള ഒരു കല്ല് എന്ത് ചെയ്യാണ്, 1 സെക്കൻഡ് കൊണ്ട് താഴേക്ക് വീഴുന്നു. ഓക്കെ,
1 സെക്കൻഡ് താഴേക്ക് വീഴുന്നു. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? തറയിൽ തട്ടുന്നതിന് തൊട്ട് മുന്നേയുള്ള വെലോസിറ്റി എത്ര? അപ്പം മക്കളെ നിങ്ങൾ മനസ്സിലോട്ട് വരേണ്ടത് മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഈ പേജാണ് നമ്മൾ ഓർമ്മയിലോട്ട് വരേണ്ടത്. നമുക്കറിയാം തന്നിരിക്കുന്ന കാര്യങ്ങൾ എവിടാം, ടൈമിൽ ഇവിടെ എത്താൻ താഴെ എടുത്താൻ സമയം എത്രയാണ്? 1 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ജി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നും താഴേക്ക് ഇടുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ജി എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് അല്ലേ? ജി എന്ന് പറഞ്ഞാൽ +10 എന്ന് എടുക്കണം. വേറെ ഒരു കാര്യം നമുക്ക് തന്നിട്ടില്ല, അതാ ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മുകളിൽ നിന്നും താഴേക്ക് ഇടുമ്പോൾ മുകളിലുള്ള വെലോസിറ്റി യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. കണ്ടിട്ടില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ നമ്മളെ മൈൻഡിൽ നിന്ന് നമ്മൾ എടുത്തെഴുതേണ്ടതാ U = 0. അപ്പം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വി കണ്ടുപിടിക്കാനാണ് അല്ലേ? വി = എത്ര? അപ്പോൾ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം? നമുക്ക് 3 ഇക്വേഷൻ ഉണ്ട്. അപ്പം ഇതിൽ എല്ലാവരും ഉള്ള ഇക്വേഷൻ ചൂസ് ചെയ്താൽ മതി അല്ലേ? V = U + dt ചെയ്താൽ സിമ്പിളായിട്ട് വി കണ്ടുപിടിക്കാം. സോ നമുക്കറിയാം V = U + dt. U പറഞ്ഞാൽ 0 പ്ലസ് ജി പറഞ്ഞാൽ 10 ആണ്, ടി തന്നിട്ടുണ്ട് 1 ആണ്. സോ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും 10 മീറ്റർ/സെക്കൻഡ് എന്ന് ആൻസർ കിട്ടിക്കഴിയും അല്ലേ? വളരെ സിമ്പിളായിട്ട് കിട്ടി. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു മക്കളെ? അതിൽ മതിലിൻ്റെ ഉയരം എത്ര അല്ലേ? മതിലിൻ്റെ ഹൈറ്റ് എത്ര? ഈ മതിലിൻ്റെ ഹൈറ്റ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഏത് ഇക്വേഷൻ കൊടുക്കും? നമ്മളെ കയ്യിൽ വി കിട്ടിക്കഴിഞ്ഞു, യു ഉണ്ട്, ജി ഉണ്ട് അല്ലേ? കണ്ടുപിടിക്കേണ്ടത് എസ് ആണ്. സോ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഏത് ഇക്വേഷനും യൂസ് ചെയ്യാം, പക്ഷേ നമ്മളെ ലോജിക്ക് അനുസരിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ കേട്ടോ. സോ V² = U² + 2GS എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? V² = U² + 2GS അല്ലേ? നമുക്കറിയാം യു എന്ന് പറഞ്ഞാൽ എത്രയെന്ന് എഴുതടാ? യു പറഞ്ഞാൽ 0 ആണ് അല്ലേ? സോ V² = 0 + 2GS. അങ്ങനെയാണെങ്കിൽ V² = 2GS, S = V²/2G കിട്ടിക്കഴിഞ്ഞു അല്ലേ? സിമ്പിൾ. സോ വി എത്രയായിരുന്നടാ? 10 ആയിരുന്നു. സോ 10² / 2 × 10 ദാറ്റ് = 100 / 2 × 10 പറഞ്ഞാൽ 20. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5 മീറ്റർ എന്ന് അല്ലേ? S = 5 മീറ്റർ എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് അല്ലേ? ഒരു സാധനത്തിനെ ഒരു ബോളിന് നമ്മൾ എന്ത് ചെയ്യാണ്? താഴെ നിന്നും മുകളിലേക്ക് എറിയുന്ന സമയത്ത് എന്താണ്? അത് മാക്സിമം ഹൈറ്റിൽ എത്തുന്നു. അതിന് ഹൈറ്റ് തന്നിട്ടുണ്ട് 20 മീറ്ററിലോട്ട് എത്തുന്നു അല്ലേ? ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? മുകളിലേക്ക് എറിയുമ്പോഴുള്ള പന്തിൻ്റെ വെലോസിറ്റി എത്ര? മുകളിലേക്ക് എറിയുമ്പോൾ നമ്മൾ ഏത് വെലോസിറ്റിയിലാണ് എറിഞ്ഞതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? യു കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളെ മൈൻഡിലോട്ട് വരേണ്ട ക്വസ്റ്റ്യൻ അല്ലെ, നമ്മളെ മൈൻഡിലോട്ട് വരേണ്ട കാര്യം എന്താണ്? നമ്മളൊരു സാധനത്തിനെ മുകളിലേക്ക് എറിയുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മളെ മൈൻഡിലോട്ട് വരേണ്ടത് അല്ലേ? എന്താണ്? മുകളിലെത്തി ഏറ്റവും മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വി പറഞ്ഞാൽ 0 ആണ്, ജി പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നമ്മളെ മൈൻഡിലോട്ട് വരാൻ മക്കളെ കേട്ടോ. അപ്പോൾ എന്താണ് തന്നിട്ടുണ്ട്? വാട്ട് വാസ് ദ വെലോസിറ്റി? അതെ, നമ്മൾ ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ? S = 20 മീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് V = 0 ആണ്. യു നമുക്ക് അറിയില്ല, യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ജി പറഞ്ഞാൽ -10 എന്ന് നമ്മൾ എടുക്കണം അല്ലേ? വളരെ സിമ്പിളാണ്. അപ്പോൾ ഏത് ഇക്വേഷൻ കൊടുക്കണം നമ്മൾ അല്ലേ? നമ്മൾക്ക് ഇതൊക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് യു ആണ് അല്ലേ? അപ്പോൾ നമുക്ക് V² = U² + 2GS എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക അല്ലെ? ഏത് ഇക്വേഷനും കൊടുക്കാം കേട്ടോ. നിങ്ങളെ ലോജിക്ക് അനുസരിച്ചിട്ടാണ്, സമയമില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ ഏതും കൊടുക്കാം, നിങ്ങളെ ഇഷ്ടം ഉള്ള വാല്യൂസ് നോക്കിയിട്ട് ലോജിക്ക് അനുസരിച്ച്. V² = U² + 2GS അല്ലേ? ഇവിടെ ജി പറഞ്ഞാൽ നെഗറ്റീവാണ്. സോ V² = U² - 2GS എന്ന് പറയില്ലേ? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് യു ആണ് അല്ലേ? യു ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ യുവിനെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിർത്താം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? U² = V² + 2GS എന്ന് കിട്ടും അല്ലേ? യുവിനെ നമ്മൾ മാത്രം അവിടെ നിർത്തുകയാണ്. സോ നമുക്ക് കിട്ടണം V² + 2GS = U² എന്ന് കിട്ടിയില്ലേ? വി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 0² + 2 × 10 × S എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലേ? U². സോ ദാറ്റ് = 2 × 2 40 × 10. സോ 400 എത്രയാണ്? U² ആണ്. സോ U = √400 ചെയ്താൽ നമുക്ക് കിട്ടും 20 മീറ്റർ/സെക്കൻഡ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെയും ആൻസർ കിട്ടി.
ഓക്കെ, സിമ്പിൾ. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തരാണ്. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ ഹൈറ്റ്. എന്താണ്, മുകളിലേക്ക് എത്താനെടുത്ത സമയം കണ്ടെത്താനാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷൻ വെച്ചിട്ട് ഏതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക? സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ട്രിക്കല്ല, ഇക്വേഷൻ പറഞ്ഞുതരാം. V = U + GT എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ കൊടുത്താൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിലേക്ക് എറിയുമ്പോൾ നെഗറ്റീവ് ആണ് അല്ലേ. സോ V = U - GT. ഈ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ടിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.